ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിയാൻസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റാഗി കൊണ്ട് കുക്കീസ് ഉണ്ടാക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വളരെ ഹെൽത്തിയുമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ റാഗി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രെയിനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാംസ് ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഹാൻഡ് മിക്സി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു തടിയുടെ നല്ല സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുക്കീസ് ഉണ്ടാക്കുമ്പം വളരെ അധികം ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് 4 ഏലക്ക ചേർത്ത് പൊടിച്ച അൺറിഫൈൻഡ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 100 ഗ്രാം. വൈറ്റ് ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ 1/2 കപ്പ് വൈറ്റ് ഷുഗർ. പിന്നെ മധുരം വളരെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ആഡ് ചെയ്യാം. ഒരു വിധം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 125 ഗ്രാം റാഗിപ്പൊടിയും 125 ഗ്രാം ഗോതമ്പ് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. റാഗി വറുത്ത ശേഷം വേണം എടുക്കാൻ റാഗിയുടെ പൊടി. ഇത് റാഗിയും ഗോതമ്പ് പൊടിയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടി ബട്ടറും ഷുഗറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ബട്ടറും ഷുഗറും അടിക്കുമ്പോഴും നമ്മൾ കുക്കീസ് ഉണ്ടാക്കുമ്പം അധികം അടിച്ച് സോഫ്റ്റ് ആക്കരുത്. അങ്ങനെയാണെങ്കിൽ കുക്കീസ് സോഫ്റ്റ് ആയിപ്പോവും. അപ്പം നമ്മൾ ബട്ടറും ഷുഗറും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. തീരെ കുറഞ്ഞും പോയരുത്, ഒത്തിരി കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് പൊടി നന്നായിട്ട് ഇതിനോട് ചേർത്ത് യോജിപ്പിക്കാം. അഥവാ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡോ വളരെ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കുഴയ്ക്കാം. അല്ല കുറച്ചുകൂടെ മയം വരണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 സ്പൂൺ പാലും കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലേക്ക് നമുക്കിപ്പോൾ എനിക്കിത് കുറച്ച് ലൂസാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പൊടിയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊരു ഉരുട്ടിയെടുക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരു ഗ്രീസ് ചെയ്ത് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട കുക്കി ഷീറ്റിലോട്ട് നമുക്ക് ഇതിങ്ങനെ കുക്കീസ് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഡോ എടുത്തിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് നമുക്കത് കുക്കി ഷീറ്റിലോട്ട് മാറ്റാം. ഈ റാഗി കുക്കീസിൻ്റെ ഡോ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഹാർഡാകരുത്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. കൂടുതൽ സോഫ്റ്റായി പോയെങ്കിൽ ഈ ഡോ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്ത് ഷേപ്പ് ചെയ്ത് വെച്ചാലും മതി, നന്നായിട്ട് കുക്കീസ് വരും. അപ്പോൾ എല്ലാവരും ഈ കുക്കീസ് ട്രൈ ചെയ്യണം. ഇത് വളരെ ഈസിയും വളരെ ഹെൽത്തിയുമായിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയും 170 ഡിഗ്രി സെൽഷ്യസിൽ ടോസ്റ്റ് മോഡിൽ, അതായത് അപ്പർ റോഡും ലോവർ റോഡും രണ്ടും ഓൺ ആയിരിക്കുന്ന മോഡിൽ വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ കുക്കീസ് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ കുക്കീസ് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള കുക്കീസാണ്. വളരെ ഹെൽത്തിയുമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.